പ്രിയമുള്ള സുഹൃത്തുക്കളെ, സൗദി അറേബ്യയിൽ നിന്ന് ഒരു വനിത ബഹിരാകാശ സഞ്ചാരിയായ വാർത്ത നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടതാണ്. ലോകമാസകലം മുസ്ലിം സ്ത്രീകൾ അവരുടെ എല്ലാ വിലക്കുകളും പൊട്ടിച്ചുകൊണ്ട് ശക്തമായി പൊതുരംഗത്ത് വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം ഇറാനിൽ കണ്ടു, മതനേതൃത്വം കർക്കശമായി അടിച്ചേൽപ്പിക്കുന്ന ഫർദ തെരുവിൽ പരസ്യമായി ഊരി എറിഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ വിമോചനത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തജിക്കിസ്ഥാൻ, അവിടെ ഏകദേശം 90% മുകളിൽ മുസ്ലിങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഒരു ഭരണകൂടം ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഞങ്ങൾ ഫർദ നിരോധിക്കുന്നു എന്ന്. അങ്ങനെ ലോകമാസകലം അടുത്ത കാലത്താണ് സൗദി അറേബ്യ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത്. ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അവകാശം, അങ്ങനെ ലോകമാസകലമായിട്ട് സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഒരു പണ്ഡിതൻ, അഭിമന്യ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു വിഭാഗത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് കനിഞ്ഞരുളി ഒരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. നിങ്ങൾ പഠിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ അതിർവരമ്പുകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ അതിർവരമ്പുകളെയും ഉല്ലംഘിച്ചുകൊണ്ടാണ് ഇനിയുള്ള മാനവരാശി പുരോഗമനത്തിനു വേണ്ടിയിട്ടും നല്ല ജീവിതത്തിനു വേണ്ടിയിട്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇദ്ദേഹം ഒരു അതിർവരമ്പിൻ്റെ വടിവാളുമായി രംഗത്തേക്ക് വരുന്നത്. എനിക്ക് ജിഫ്രി കോയ തങ്ങളോട് ചോദിക്കാനുള്ളത്, തങ്ങൾക്ക് എന്തിൻ്റെ കേടാണിത് എന്നാണ്. കാരണം നിങ്ങൾ പറയുന്നതൊന്നും വിശ്വാസികൾ മുഖവിലക്കെടുക്കില്ല എന്ന ബോധ്യമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം. അത് ഞാൻ വഴിയെ തെളിയിച്ചു തരാം. പക്ഷേ ഇതിനകത്ത് ഒരു പോസിറ്റീവ് സൈഡുണ്ട്, ഇത് കാണാതിരിക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിനെതിരെയും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെതിരെയും സമസ്ത കൈക്കൊണ്ട നടപടികൾ, ആ ചരിത്രത്തിലേക്ക് നമുക്ക് ചെറുതായൊന്ന് കണ്ണോടിക്കാതിരിക്കാൻ ആവില്ല. ആദ്യമൊക്കെ, അതായത് സമസ്തയുടെ രൂപീകരണ വേളയിലൊക്കെ 930 കാലഘട്ടങ്ങളിലൊക്കെ ഇവർ പറഞ്ഞിരുന്നത്, ആണായാലും പെണ്ണായാലും മലയാളവും ഇംഗ്ലീഷും പഠിക്കാൻ പാടില്ല. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയുടെ കാരണം അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വിദ്യ നേടി ഒഴുക്കിനൊത്ത് നീന്തി എല്ലാ സമൂഹങ്ങളോടൊപ്പം വികസിക്കണമെങ്കിൽ വിദ്യ കൂടിയേ കഴിയും. ആ വിദ്യയെ മലയാളം പഠിക്കരുത്, ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തിയ സമസ്തയാണ്. അത് സമസ്തയുടെ മാത്രം കുറ്റമല്ല, മുസ്ലിം സംഘടനകളുടെ, ഇസ്ലാമിൻ്റെ പൊതുവെയുള്ള ഒരു രീതിയായിരുന്നു. അതിന് ഇന്ന് മാറ്റം വന്നു. ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്, നീയൊക്കെ പഠിച്ചോ. എവിടെ പഠിക്കണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് നീയൊക്കെ പഠിച്ചു എന്നായി. വലിയ ഇളവാണല്ലോ. ഇനി ജിഫ്രി കോയ മുത്തുത്തങ്ങളുടെ മകൻ അല്ലെങ്കിൽ മറ്റൊരു പിൻഗാമി വരികയാണെങ്കിൽ ഈ അതിർവരമ്പ് പോലും ഉണ്ടാവില്ല. അവർ കനിഞ്ഞരുളി പുരോഗമന വാഞ്ചയോടുകൂടി മാറ്റുന്നതല്ല.
ജനത്തിൻ്റെ മാറ്റം അവർ മനസ്സിലാക്കും. തങ്ങളുടെ വാക്കുകൾ പൊയ്വാക്കുകളായി വീണുടയുമ്പോഴുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇവർ ഈ വർത്തമാനങ്ങൾ പറയുന്നത്. നമുക്ക് സമസ്തയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. എന്നാലേ ഈ വർത്തമാനത്തിൻ്റെ ഗൗരവവും അതിൻ്റെ ആവശ്യവും അത് നൽകുന്ന സന്ദേശവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. 1930 ഇവർക്കൊരു മാസികയുണ്ട്, അൽ ബയാൻ മാസിക. അതിൽ പറയുന്നത്, അതിൽ എഴുതി വന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് സമസ്ത ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെ? ഇപ്പം മുത്തുക്കോയ തങ്ങൾ പറയുന്നത്, നിങ്ങൾ പഠിക്കൂ, ഞങ്ങൾ വിരോധിക്കുന്നില്ല, വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം. ചില അതിർവരമ്പുകളുണ്ട്. എന്താ ഈ അതിർവരമ്പ്? അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയുന്നതെന്ന് വെച്ചാൽ അല്ലമിൽ ബിൽ കലാം, അതായത് പേനയിലൂടെ പഠിപ്പിച്ചവൻ. അതുകൊണ്ട് പഠിത്തത്തിനെതിരായി വരാൻ പാടില്ല എന്നാണ് KNM ഉൾപ്പെടെയുള്ള മറ്റു സംഘടനകളുടെ വർത്തമാനമെങ്കിൽ ഇവരൊക്കെ ഈ മേമ്പുടിക്കൊക്കെ ഇങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യം ഒക്കെ പറയും. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിൻ്റെയും പിടിമുറുക്കത്തിന് ശേഷമാണ് ചുമ്മാ സാരിയും ഉടുത്തു നടന്ന പെണ്ണുങ്ങൾ ഫർദയിട്ട് നടക്കാൻ തുടങ്ങി. ഞാൻ ഇന്നലെ കിഴക്കേക്കോട്ടെ നിൽക്കുമ്പോൾ 2 സ്ത്രീകൾ മൊത്തത്തിൽ ചാക്കിട്ട് മൂടി 2 തുള ഓട്ട കണ്ണ് കാണാൻ വേണ്ടി മാത്രം. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഈ ഈസ്റ്റ് ഫോർട്ടിൽ അവരോടൊപ്പം നിൽക്കുന്ന പുരുഷന്മാരൊക്കെ അത്രയ്ക്ക് മോശപ്പെട്ടവരാണോ? ഇവരെ കയറി പിടിക്കുന്നവരാണോ? ആ പെണ്ണുങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി. നോക്കൂ, നിങ്ങളുടെ ചുറ്റുമുള്ള സ്ത്രീകൾ അവർ ഇഷ്ടമുള്ള വേഷവിധാനം ധരിക്കുന്നു. അവരെ ആരും കയറി പിടിക്കുന്നില്ല, ഉപദ്രവിക്കുന്നില്ല. ഉപദ്രവിക്കുന്ന മാനസിക രോഗികൾ വേറെയുണ്ട്. അത് എന്തിട്ടാലും, കുട്ടിയാണെങ്കിൽ പോലും അവൻ ഉപദ്രവിക്കും. അവൻ്റെ ചികിത്സാ കേന്ദ്രം വേറെയാണെങ്കിൽ സാധാരണ മനുഷ്യൻ താൻ ജീവിക്കുന്ന സമൂഹത്തിലെ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് നൽകേണ്ട സ്ഥാനം നൽകിക്കൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ജീവിക്കുന്നതെങ്കിൽ ഫർദയിടുന്ന ഓരോ സ്ത്രീയും കൂടെ അടുത്തു നിൽക്കുന്ന പുരുഷനോട് പറയുകയാണ്, എടാ നീ മോശമാണ്, ഞാൻ എന്നെ അതു കാരണം പൊതിയുന്നു. ഇത് ശരിയാണ്? ഇത് നൽകുന്ന സന്ദേശം എന്താണ്? വസ്ത്രസ്വാതന്ത്ര്യം ഒക്കെ ശരിയാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്, അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തേയില്ല. പക്ഷേ ഇത്തരം മതവേഷവിധാനങ്ങളിലൂടെ അത് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങൾ, അഭിപ്രായങ്ങൾ, വർഗീയതകൾ, ഇതൊക്കെ നമുക്ക് കാണാതിരിക്കാനൊക്കത്തില്ല. ഇതിൻ്റെ അടിയൊഴുക്കുണ്ടാക്കിയത് ഈ മുജാഹിദുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരുമാണെങ്കിൽ അവരാണ് പറയുന്നത് പെണ്ണിന് സ്വാതന്ത്ര്യമുണ്ട്, അവൾ പഠിക്കട്ടെ, അവൾ പള്ളിയിൽ പോകട്ടെ എന്ന്. അല്ലമൽ ബിൽ കലം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ സമസ്ത പറയുന്നത് സ്ത്രീ പഠിച്ചാൽ പാപങ്ങൾക്ക് കാരണമാകും. അപ്പം പെൺകുട്ടി കോളേജിൽ പോയാൽ ഗർഭിണിയാകും. ഈ കോളേജിൽ പോകുന്ന അനേകായിരം വരുന്ന പെൺകുട്ടികളെ നോക്കി പറയുകയാണ്, നീ പെൺകുട്ടി കോളേജിൽ പോയാൽ പാപങ്ങൾ സംഭവിക്കും, ഗർഭിണിയാവും. എത്ര മ്ലേച്ഛമായ ഒരു സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയാനുള്ള ധൈര്യം ഇവർക്ക് കിട്ടിയത് ഈ മതത്തിൻ്റെ പിൻബലമാണെങ്കിൽ ഈ പരിപ്പ് അധികകാലം വേവിച്ചു കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് കണ്ടുകൊണ്ടാണ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ കനിഞ്ഞരളിക്കൊണ്ട് പഠിച്ചോ പെണ്ണെ, അതിർവരമ്പ് ഞാൻ വരയ്ക്കാമെന്ന് പറയുന്നു. ഈ അൽ ബയാൻ മാസികയിൽ വന്ന സബാബ് വേറെയാണ് കേട്ടോ. അൽ ബയാൻ മാസികയിൽ വന്ന ആ കാലഘട്ടത്തിൽ വന്ന ഒരു ചോദ്യോത്തര പങ്ക്തിയിൽ ഒരു യഥാർത്ഥ മുസ്ലിം ഈ അൽ ബയാനോട് എഴുതി ചോദിച്ചു,
എൻ്റെ മകൾക്ക് കിതാബുകൾ പഠിക്കണമെന്നുണ്ട്, അവൾ പഠിച്ചോട്ടെ. അതിൽ അൽ ബയാന്റെ മറുപടി, കിതാബ് പഠിക്കലും ഖറാഅത്താണ്. എന്താ ഈ ഖറാഅത്ത്? ഒഴിവാക്കിയാൽ നല്ല കാര്യം, അധികം ചെയ്താൽ ഹറാം. എങ്ങനെ? കിതാബ്, ഇസ്ലാമിക കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ച എന്താണത്? അല്ലമൽ ബിൽ കലം. ഇത് ഞാൻ പഠിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ അല്ലമൽ ബിൽ കലമിൻ്റെ ആള് പറയുകയാണ്, ഇത് ഖറാഅത്താണ്, ഇത് ഒഴിവാക്കിയാൽ നിനക്ക് കൂലി കിട്ടും, നീ അധികം ചെയ്യുകയാണെങ്കിൽ നീ നരകത്തിൽ പോവുകയും ചെയ്യും എന്ന്. അവര് ആ കാലഘട്ടത്തിൽ 5ാം തരം പരീക്ഷയ്ക്ക് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. അതിൽ പറയുന്നത്, ആൺകുട്ടികളൊക്കെ പരീക്ഷ എഴുതുക, പെൺകുട്ടികൾ വാമൊഴിയിൽ വർത്തമാനം കൊണ്ട് ഉത്തരം പറഞ്ഞാൽ മതി, എഴുതണ്ട, എഴുത്ത് പഠിക്കണ്ട എന്നാണ്. ആ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. 1930 മുതൽ 2024 വരെ 100 വർഷം കൊണ്ട് അടപടലം ദോഷം മലർത്തിയതുപോലെ മലർത്തേണ്ട ഒരു ഗതികേട് ഇവന്മാർക്ക് വന്നു ചേർന്നു എങ്കിൽ എന്താണ് ഇതിന് കാരണം? ഞാൻ പറയുന്നത്, ഒരു പുരോഗമിക്കുന്ന പുരോഗമന വാഞ്ചയുള്ള സമൂഹത്തെ മനുഷ്യരെ അതിർത്തികളും അതിവരമ്പുകളും നിശ്ചയിച്ചുകൊണ്ട് പിടിച്ചു കെട്ടുകയാണെങ്കിൽ അതൊക്കെ ഉല്ലംഘിക്കാനുള്ള ത്വര ഈ പുരോഗമന വാഞ്ച കൊണ്ട് അവർ തീർച്ചയായിട്ടും പ്രകടിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ കാലിൻ്റെ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് അവർക്ക് ഭംഗിയായി മനസ്സിലാകും. അതുകൊണ്ടാണ് എഴുത്ത് പഠിക്കണ്ട എന്ന് പറഞ്ഞവർ, നീ പഠിച്ചോ പെണ്ണെ, ഞാൻ ചെറുതായിട്ടൊന്ന് അതിർവരമ്പ് വരച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് മാറ്റത്തിൻ്റെ അലയൊലിയാണ്, മാറ്റത്തിൻ്റെ കാഹളമാണ്, മരണം മൊഴിയാണ്, മരണം മണിയാണ്. എങ്ങനെ? മരിക്കുന്ന ഒരു മതത്തിൻ്റെ, അറബിക്കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന മതശാസനകളുടെ ഒരു നേരിയ ശബ്ദമാണ്, വെള്ളി വെളിച്ചമാണ് അതിലൂടെ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. അന്നവർ ഈ പഠിക്കണ്ട എന്ന് പറഞ്ഞതിന് പല ന്യായങ്ങളും നിരത്തിയിട്ടുണ്ട്. ഇപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ അത് പെണ്ണിന് ഗുണം കിട്ടുമെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഖുർആൻ മദ്യം നിരോധിച്ചു, അതിനോടൊപ്പം തന്നെ മദ്യത്തിൻ്റെ ഗുണഗണങ്ങളും വിവരിച്ചിട്ടുണ്ട്. മദ്യത്തിൻ്റെ ഗുണങ്ങളൊക്കെ വിവരിച്ച് തൊട്ടടുത്ത വാക്യത്തിലാണ് അതിനെ നിരോധിച്ചതെങ്കിൽ ഇവർ വ്യാഖ്യാനിക്കുകയാണ്, അതുപോലെ ഭൗതിക വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഗുണം കിട്ടുമെങ്കിലും നിങ്ങൾ അത് ചെയ്യണ്ട, ഞങ്ങൾ അതിനെ നിരോധിക്കുന്നു. അതാണ് ഈ സമൂഹത്തിൻ്റെ ഇതപര്യന്തമുള്ള തകർച്ചയ്ക്കും മുന്നോക്കം നിൽക്കാതെ പിന്നോക്ക സമുദായമായി പോയതിൻ്റെ കഥ എന്നുള്ളത് പറയാതിരിക്കാൻ ആവില്ല. വെള്ളിയാഴ്ച തോറും നിങ്ങൾ ഏതെങ്കിലും മുസ്ലിം പള്ളിയുടെ മുമ്പിൽ കൂടി പോവുകയാണെങ്കിൽ മിക്കവാറും ട്രാഫിക് പോലീസും ട്രാഫിക് തടസ്സങ്ങളും സ്വാഭാവികമാണ്. അതൊക്കെ നമ്മൾ മാനിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം വിശ്വാസമാണ്, വിശ്വാസികൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുമ്പോൾ അതിനുവേണ്ടി ഒത്തുകൂടുന്ന ആറ്റുകാലായാലും പൊങ്കാലയായാലും ഉത്സവമായാലും ഒക്കെ ചിലതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് പക്ഷേ അതിൽ ഒരു പെണ്ണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളിയാഴ്ച ജുംആ നമസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിനെ പിടിച്ചു നിർത്തുന്ന, താങ്ങി നിർത്തുന്ന ഒരു ബ്രിഡ്ജാണ്. മാനവ സമൂഹത്തിനും ഇസ്ലാമിനിടയ്ക്കുള്ള ഒരു ബ്രിഡ്ജാണ് വെള്ളിയാഴ്ചത്തെ ജുംആ. ഈ ജുംഅയ്ക്ക് പോകുന്ന ഒരുത്തനും ബാക്കിയുള്ള നേരമൊന്നും പള്ളിയിൽ പോകത്തില്ല. അപ്പം ഇസ്ലാമിലേക്ക് അടുക്കാനുള്ള പുരുഷൻ്റെ ഏറ്റവും എളുപ്പ വഴിയാണ് നൊയമ്പ് പോലെ ഈ ജുംആ നിസ്കാരം വെള്ളിയാഴ്ച.
സ്ത്രീകൾക്ക് ഇത് നിർബന്ധമില്ല എന്നാണ് ഈ മതം പറയുന്നത്. അപ്പം KNM-ഉം ജമാഅത്തെ ഇസ്ലാമിയും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം മുറവിളി കൂട്ടുമ്പോൾ ആ മുറവിളിക്കകത്തുള്ള പൊള്ളത്തരമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ജിഫ്രി ഉൾപ്പെടെയുള്ള സമസ്ത പറയുന്നതൊക്കെ അവരുടെ സ്വന്തം അഭിപ്രായമല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഖുർആനിൽ ഒരു കഥ പറയുന്നുണ്ട്, 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ. അതായത് നിങ്ങൾ വ്യാപാര ഉടമ്പടികളോ മറ്റു ഉടമ്പടികളിലോ ഏർപ്പെടുമ്പോൾ അത് സൂക്ഷിക്കുക. എഴുതുമ്പോൾ 2 സാക്ഷികൾ വേണം, 2 പുരുഷന്മാർ വേണം. ഇനി ഒരു പുരുഷൻ മാത്രമേ കിട്ടിയുള്ളെങ്കിൽ 2 സ്ത്രീകളെ കൂടെ നിങ്ങൾ സാക്ഷികളാക്കി ഉടമ്പടി എഴുതുക. അതായത് ഒരു പുരുഷന് പകരം 2 സ്ത്രീകൾ. ഒരു പുരുഷന് പകരം 2 സ്ത്രീ എന്നുള്ളത് ഖുർആനിൽ ഉടനീളം പല ഭാഗത്തായിട്ട് ഈ വീതം വെപ്പുമായി സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ സൂറത്ത് നിഷ എന്ന ഒരു ആയത്തു തന്നെ മാറ്റിവെച്ച ഖുർആൻ സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യം, അതിർവരമ്പ്, അതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടിവരയിട്ട് പറയുന്നത്. ഈ തങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ അതായത് നബിയുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അലിയുടെ മക്കൾ, അലിയുടെ അല്ലെങ്കിൽ നബിയുടെ പേരക്കുട്ടികൾ, പിൻതലമുറക്കാർ. അദ്ദേഹം പറയുന്നതിന് ഒരുപാട് എന്താ പറയുക, ഗട്ടിയുണ്ട്, കനമുണ്ട്, പിന്തുണയുണ്ട്, കേൾക്കാൻ ആളുണ്ട് എന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഈ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന, പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും ഇതൊക്കെ വകവെക്കുമോ എന്നുള്ള കാര്യം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ താങ്കൾ ഒന്ന് പരിഗണിക്കണം, മനസ്സിലാക്കണം. താങ്കളുടെ അടുത്തുള്ള സ്കൂളിൽ പോയി അല്ലെങ്കിൽ താങ്കളുടെ പഞ്ചായത്തിലെ മുസ്ലിം സ്ത്രീകൾ എന്തൊക്കെ പഠിക്കുന്നു, എന്തൊക്കെ അതിർവരമ്പുകളാണ് അവർക്ക് നിങ്ങളാൽ നിശ്ചയിക്കപ്പെടാൻ സാധിക്കുക എന്നൊരു പഠനമെങ്കിലും നിങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ പ്രസ്താവനയോട് ചെയ്യുന്ന, നിങ്ങളുടെ സമസ്തയോട് ചെയ്യുന്ന ഒരു ന്യായമായിരിക്കുമെന്നാണ് എനിക്ക് പറയാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വെള്ളിയാഴ്ച ജുമാ നിസ്കാര വേളയിൽ പോലും സ്ത്രീക്ക് പ്രവേശനമില്ല. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നുള്ളതാണ്. അത് മൊത്തത്തിൽ എല്ലാ മതങ്ങളുടെയും രീതിയാണെങ്കിൽ ഇസ്ലാം, അതായത് ഞാൻ എവിടെയോ വായിച്ച ഓർമ്മ എനിക്ക് വരുന്നു, മറ്റേ സൂറത്തുൽ നിഷ എന്ന് പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന DNA എന്നാണ് ഞാൻ എവിടെയോ വായിച്ചതെങ്കിൽ, ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും ഇസ്ലാമിനെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി അറബിക്കടലിൽ മുക്കിക്കൊല്ലാൻ യുക്തിവാദികളൊന്നും വേണ്ട, അതിൻ്റെ വിശ്വാസികൾ തന്നെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ തെളിവാണ് 10-100 വർഷം കൊണ്ട് സമസ്തയിൽ വരുന്ന മാറ്റവും സമസ്തയുടെ വർത്തമാനത്തിൽ വരുന്ന ഭാഷാ വ്യത്യാസവും. ഇനി നമുക്ക് 1-2 കാര്യം കൂടി നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. ഇപ്പം ആധുനിക സമൂഹത്തിൽ ഞാൻ നേരത്തെ വെള്ളിയാഴ്ച ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞതുപോലെ മറ്റ് 2-3 ബ്രിഡ്ജ് കൂടെ ഉണ്ട് കേട്ടോ. ഒന്ന് കല്യാണം, മറ്റൊന്ന് മരണം, പിന്നെ ജനനം. ഇതിൽ കല്യാണത്തിലെ സ്വാധീനം വരെ ഇന്ന് ചോർന്നു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം കേരളത്തിലെ പ്രധാനമായ മുസ്ലിം വാർത്തകളിൽ ഒന്നാണ്, ഒരു മുസ്ലിം പിതാവ് തൻ്റെ മകളെ സ്റ്റേജിൽ കൊണ്ടിരുത്തി നിക്കാഹ് ചെയ്യിച്ചതിൻ്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ കണ്ടിട്ട് കലി ഇളകിയ ഒരുപാട് ഉസ്താദന്മാരുടെ പ്രസംഗങ്ങളൊക്കെ, പെണ്ണേ വാപ്പ നിനക്ക് മരിക്കണ്ടേ, അടങ്ങിയിരിക്കും. ആ മാറ്റം നോക്കും. അതായത് പരപുരുഷനെ കാണാൻ പാടില്ല, പരപുരുഷൻ പെണ്ണുങ്ങളെ കണ്ടേകൂടാ.
അങ്ങനെ ഇരിക്കവെയാണ് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, നബിയിൽ വിശ്വസിക്കുന്ന, ഖുർആനെ മുറുകെ പിടിക്കുന്ന ഒരാൾ, ഒരു വിശ്വാസി, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം തന്നെ നിക്കാഹ് ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് കാട്ടുതീ പോലെ പകർന്നു പിടിക്കാൻ പോവുകയാണ്. കാരണം ഈ ഉസ്താദോ അല്ലെങ്കിൽ ജമാഅത്തിലെ ആളുകളോ വന്നിരിക്കുന്ന ആ വേദിയിൽ പെണ്ണിനെ കയറ്റിയില്ലെങ്കിലും ആ കല്യാണ രംഗത്ത് മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് പെണ്ണുങ്ങൾ, വധു ഉൾപ്പെടെ. പിന്നെ എന്തിനാണ് ഈ സ്റ്റേജിൽ മാത്രം? ആരാടാ ഇവിടെ കയറ്റിവിട്ടത് എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, അതിൻ്റെ പൊള്ളത്തരമാണ് ഇവിടെ പൊളിഞ്ഞു പാളീസായി കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കല്യാണങ്ങളിലൊക്കെ തന്നെ ഇത് തീർച്ചയായിട്ടും സംഭവിക്കുമെന്നുള്ളത് തർക്കമറ്റ വിഷയമാണ്. അടിമുടി സമൂലമായ മാറ്റമാണ് മുസ്ലിം സമുദായത്തിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലത്തിൻ്റെ കാഹളം അവരിൽ മുഴങ്ങിക്കേൾക്കുന്നു, അവർ മുഴക്കിക്കൊണ്ടിരിക്കുന്നു, ബാങ്കുവിളി പോലെ. അപ്പം കല്യാണക്കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇപ്പം സ്ത്രീധനം ഇസ്ലാമിൽ ഹറാമാണ്. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നിക്കാഹ് വേളയിൽ ഉസ്താദ് വരനും പെണ്ണിൻ്റെ പിതാവിനും അങ്ങോട്ട് നിക്കാഹ് വാക്കുകൾ ചൊല്ലിക്കൊടുക്കും. 90 രൂപ മഹറിന് ഞാൻ നിങ്ങളുടെ മകളെ നിക്കാഹ് ചെയ്യാൻ തയ്യാറാണ്. 90 രൂപ മഹർ എൻ്റെ മകൾ സ്വീകരിച്ചുകൊണ്ട് അവളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഉടമ്പടി. ഈ ഉടമ്പടിയിൽ ഒരു രസമുണ്ട് കേട്ടോ. നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ഉടമ്പടി എന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹ ഉടമ്പടി. ഈ വിവാഹ ഉടമ്പടിയിൽ ആരാ ഒപ്പുവെക്കേണ്ടത്? ഇരു കക്ഷികളുമല്ലേ, പെണ്ണും പയ്യനും. പക്ഷേ ഇവരുടെ അതിർവരമ്പിനകത്ത് പെണ്ണു വരില്ല. പകരം പെണ്ണിൻ്റെ വാപ്പയാണ് വലി ആയിക്കൊണ്ട്. നമ്മൾ നേരത്തെ കണ്ട മാറ്റത്തിൽ അദ്ദേഹം ഉസ്താദിനെ തള്ളി മാറ്റി. വലി, ഈ തമിഴിൽ വലി എന്ന് പറഞ്ഞാൽ വേദനയാണ്. ഈ ഉസ്താദന്മാരൊക്കെ വലിയ. എൻ്റെ കല്യാണക്കാര്യത്തിലെ ഒരു ചെറിയ കാര്യം ഞാൻ ഓർമ്മിച്ചു. എൻ്റെ കല്യാണത്തിന് നിക്കാഹ് ഉണ്ടായിരുന്നു. അന്നും ഞാൻ ഒരു നിരീശ്വരവാദിയാണെങ്കിലും പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് കള്ളത്തരം കാണിച്ചു. എങ്ങനെ? വിശ്വാസിയായി അഭിനയിച്ചു. എൻ്റെ കുടുംബത്തിൻ്റെ നിർബന്ധം, പെണ്ണ് കിട്ടാനുള്ള സാധ്യത കുറവ്, ഇതൊക്കെ കൊണ്ട്. അപ്പം ഈ ഉസ്താദ് വന്നത് ഒരു അലക്കി തേക്കാത്ത ഉടുപ്പിട്ടാണ്. അതിൻ്റെ വല്ലാത്ത ഒരു മുഷട്, ഒരു സ്മെൽ, അത് താങ്ങിയത് ഞാൻ നിക്കാഹ് എനിക്ക് എത്രത്തോളം അരോചകമായിരുന്നു. അതുപോലെ വലി എന്ന് പറയാൻ വേണ്ടി ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി എൻ്റെ കല്യാണക്കാര്യത്തിൽ കളിയാക്കി വരണ്ടാകട്ടോ. എൻ്റെ മക്കളുടെ കല്യാണത്തിൽ ഞാനത് ഒഴിവാക്കിയ ആളാണ്. ചെയ്യാവുന്ന ഭാഗത്തിൽ ചെയ്തിട്ടുണ്ട്, ചെയ്യാനൊക്കാത്ത ഭാഗത്തിൽ വഴങ്ങിയിട്ടുമുണ്ട്. അതാണ് മനുഷ്യ ജീവിതം. മതത്തിൻ്റെ പിടിമുറുക്കം അങ്ങനെയാണ്. പിടിമുറുക്കം ഇപ്പം ശക്തമായി. ഞാൻ കല്യാണം കഴിച്ചത് 82-ലാണ്. വർഷം കുറേയായി, 80 സംതിങ് വർഷങ്ങളായി. ആ ഒരു മാറ്റം 40 സംതിങ് വർഷങ്ങളായി. ആ ഒരു മാറ്റം തീർച്ചയായിട്ടും. അപ്പം മഹർ വാങ്ങിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഉസ്താദ് വന്ന് കള്ളം പറയുമ്പോൾ ആ കള്ളം ഏറ്റുചൊല്ലുന്നത് പിതാവും, പെണ്ണിൻ്റെ പിതാവും പയ്യനുമാണെങ്കിൽ ഇവർ ആരെയാണ് പറ്റിക്കുന്നത്? എന്തിനാണ് ഈ കള്ളക്കളി? എന്തിനാണ് ഈ വേഷം കെട്ടൽ? സ്ത്രീധനം വാങ്ങിച്ച് ഞാൻ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ മഹർ കൊടുക്കുന്നതും വാങ്ങിക്കാത്തതിനെ കുറിച്ച് യാതൊന്നും മിണ്ടാതെ കല്യാണം കഴിച്ചാൽ പോരെ? ഇതൊക്കെ ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന അടുത്ത തലമുറ ഇതൊക്കെ ഒഴിവാക്കും എന്നതിൻ്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ വിവാദ കല്യാണം. നിക്കാഹിന് പെണ്ണ് സദസ്സിൽ വന്നിരുന്ന് നിക്കാഹ് കർമ്മത്തിൽ പങ്കെടുത്ത കേരളത്തിലെ ആദ്യത്തെ സംഭവം, തുടരാൻ പോകുന്ന സംഭവം. ഇനി
കല്യാണത്തിൽ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മഹർ എന്താണത്? അതായത് പുരുഷൻ പെണ്ണിന് പണം കൊടുക്കണം. സ്ത്രീധനത്തിന് പകരം പുരുഷധനം. ഇതും അക്ഷന്തവ്യമായ തെറ്റാണ്. രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ പണത്തിന് എന്നാ സ്ഥാനമാണ്? ഒരു സ്ഥാനവും പാടില്ല. പക്ഷെ അങ്ങനെയല്ല സമൂഹം നീങ്ങുന്നത്. ഇത് പറയുമ്പോൾ ഈ മുജാഹിദിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ആളുകൾ സ്ത്രീധനത്തിനും ഭയങ്കര എതിരാണ് കേട്ടോ. ഈ സ്ത്രീകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഇവന്മാര് ഫർദയിട്ടോ ഇടിപ്പിച്ചവന്മാര് ഈ കല്യാണക്കാര്യത്തിലും മറ്റൊരു കള്ളക്കളി തുടങ്ങും. എങ്ങനെയാ? സ്ത്രീധനം അവർ വാങ്ങിയില്ല കേട്ടോ, വാങ്ങത്തേ ഇല്ല. ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നതല്ല. മണ്ണാങ്കട്ട പങ്കെടുത്തില്ലെങ്കിൽ ആർക്കെന്താ? നിനക്കൊരു ബിരിയാണി നഷ്ടം, അത്രയേ ഉള്ളൂ. ബിരിയാണി കഴിക്കാൻ എന്താ തള്ളന്തറിയാവോ? അത് ആദ്യമായി ആ ഗേറ്റ് തുറക്കുമ്പോൾ ആഹാരം കണ്ടിട്ടില്ലാത്തവന്മാരെ പോലെ ഇടിച്ചു കയറുന്ന കുറേ ആളുകൾ. അതൊക്കെ പോട്ടെ, അതൊക്കെ മനുഷ്യന്റെ ദൗർബല്യങ്ങളിൽ പെട്ടതാണെങ്കിൽ. അപ്പം ഈ മുജാഹിദുകാരും ജമാഅത്തുകാരും കല്യാണ വേളയിൽ കാണിക്കുന്ന ഒരു ഉഡായിപ്പ് പരിപാടിയാണ് തങ്ങളെക്കാൾ ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള കുടുംബവുമായി ബന്ധപ്പെടുക. അപ്പം സ്ത്രീധനത്തിന്റെ ആവശ്യം ഉയരുന്നില്ലല്ലോ, ധനം താനെ ഒഴുകി വന്നുകൊള്ളുമല്ലോ. അതുപോലെ പെണ്ണ് ആണിനെ കണ്ടുകൂടാ, ആണ് പെണ്ണിനെ കാണാനേ പാടില്ല, സംസാരിക്കാനും പാടില്ല. ഇന്ന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മൊബൈലുണ്ട്, അല്ലാതെ പറ്റില്ല, വേണം. വിവാഹ നിശ്ചയത്തിന് ശേഷം മൊബൈലിൽ അന്ന് തന്നെ തുടങ്ങും അവർ ചാറ്റിങ്. അത് പിന്നീട് സിനിമാശാലയിലേക്ക് പോവുക, ആഹാരശാലയിലേക്ക് പോവുക, അങ്ങനെ പലതിലേക്ക് നീങ്ങി. അങ്ങനെ നീങ്ങണം, അങ്ങനെ നീങ്ങുന്നത് തെറ്റില്ല. രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ അടുക്കണം, പരസ്പരം പെരുമാറി മനസ്സിലാക്കണം കല്യാണത്തിന് മുമ്പ്. ഇതൊക്കെ പക്ഷേ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഷയിൽ പറയുക. ഞാനിത് പറഞ്ഞു വരുന്നതാണ്, ഈ അതിർവരമ്പുകൾ വരയ്ക്കാൻ പോയാൽ വരയ്ക്കുന്ന കൈ ഒടിച്ചെടുത്ത് അത് അറബിക്കടലിൽ കൊണ്ട് ഇവരിടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പം മൊബൈൽ ഫോണിൽ കൂടി സല്ലപിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ, അതിലെനിക്ക് സന്തോഷമാണ്. ഡൈവേഴ്സ് വളരെ പ്രധാനമായ ഒരു സൂചകമാണ്. പുരുഷന് ഡൈവേഴ്സ് ചെയ്യണമെങ്കിൽ ട്രിപ്പിൾ തലാഖ്, ടങ് ടങ് ടങ്, 1 2 3 ഔട്ട്, പെണ്ണൗട്ട്. പെണ്ണിന് തലാഖ് ചെല്ലണമെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോലുള്ള ആളുകൾ സമ്മതം മൂടി അവർ മുഖാന്തിരമേ പെണ്ണിന്റെ തലാഖ് നടക്കത്തുള്ളൂ. ഇതിപ്പോൾ ആളുകൾ അനുസരിക്കുമോ? നേരെ കുടുംബ കോടതിയിൽ പോകും, സുന്ദരമായി ഡൈവേഴ്സ് വാങ്ങിച്ച് തിരിച്ചു വരാം. പെൺകുട്ടികളുടെ മൊഴിക്ക് അങ്ങേയറ്റം ബഹുമാനം നൽകിക്കൊണ്ട് സ്ത്രീധന പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കർക്കശമായ ജനാധിപത്യ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുമ്പോൾ അമേരിക്കയിലെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഡൈവേഴ്സ് നിരക്ക് 32.33% കേരളത്തിൽ അത് 6%. നോക്കൂ, മാറ്റങ്ങളുടെ പ്രഹേളിക കൊടുങ്കാറ്റ് ആഞ്ഞു വീശി അതിർവരമ്പുകൾ പാറിപ്പറന്നു പോകുന്ന അവസ്ഥ. ഇറാനിലെ പെൺകുട്ടികൾ വലിച്ചൂരി എറിഞ്ഞതുപോലെ. സൂറത്തിൽ നിശയിൽ അല്ലാഹ് പറയുന്നത്, നിങ്ങൾ 2 3 4 വിവാഹം ചെയ്തു കൊള്ളുക. അപ്പം 4 വരെ വിവാഹം കഴിക്കും. ഇന്നത്തെ ആധുനിക സമൂഹത്തിനകത്ത് കുടുംബ സംവിധാനത്തിൽ ഒരു പെണ്ണ്, ഒരാണ്, 2 അല്ലെങ്കിൽ 1 കുട്ടി, ഇതാണ് സന്തുഷ്ട കുടുംബം. ഖുർആൻ എന്തനുവദിച്ചാലും, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ബഹുമാനപുരസം എന്തു പറഞ്ഞാലും ഇതൊന്നും വിശ്വാസികൾക്ക് അംഗീകരിക്കാനും അനുസരിക്കാനും പറ്റില്ല.
ലോകത്ത് ഇന്ന് ഒന്നിലധികം ഭാര്യമാരുള്ളത് പോലിജിനി കേവലം 2% ആളുകൾക്ക് മാത്രമാണെങ്കിൽ ഈ അടപടലം മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അകലുന്ന മതം, മരിക്കുന്ന മതം, ചവിട്ടി അറബിക്കടലിൽ താഴ്ത്തപ്പെടുന്ന മതമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി മരണത്തിൻ്റെ കാര്യത്തിൽ കൂടി 1-2 വർത്തമാനം പറഞ്ഞ് ഞാൻ നിർത്താം. പണ്ടൊക്കെ മരണവേളയിൽ സക്കാത്ത് എന്ന് പറയും. വീട്ടിലാണ് മരണം. എൻ്റെ ഉമ്മയുടെ ഭരണം എനിക്ക് നന്നായിട്ടാണ്. മരണവേളയിൽ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവരും, സംസം കിണറ്റിലെ വെള്ളം. അതൊരു ഫ്രോഡാണ്, ഈ സംസം ഫ്രോഡ്. ഈ കുപ്പിവെള്ളം പണ്ട് ആരോ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അതിനകത്ത് സർവ്വവിധ ബാക്ടീരിയയും കാണും. അതിൽ 2 തുള്ളി വെള്ളം ഈ സക്രാത്തുകാരൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്താൽ മരണം സുനിശ്ചിതം. ഇന്ന് ഈ സംസം കിണറ്റിൻ്റെ വെള്ളം ആവശ്യമില്ല. കാരണം മരിക്കുന്നത് മിക്കവാറും ആളുകൾ ആശുപത്രിയിൽ കിടന്ന് ഓക്സിജൻ കൃത്രിമ ശ്വാസം വലിച്ചുകൊണ്ടാണെങ്കിൽ മരണത്തിൽ പോലും മതത്തിൻ്റെ പിടി അയഞ്ഞ് മതം സക്രാത്തായി കിടന്ന് സംസം വെള്ളം കുടിക്കേണ്ട ഒരു ഗതികേടിലാണ്. ഖുർആൻ പുരുഷന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് വേദം നൽകിയ ആളുകൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, ഇവരുടെ മക്കളെ, പെൺമക്കളെ വിവാഹം കഴിക്കാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം. കാര്യം അതിൽ ജനിക്കുന്ന കുട്ടികൾ പുരുഷൻ്റെ സന്തതി എന്ന നിലയ്ക്ക് മുസ്ലിങ്ങളായിരിക്കുമല്ലോ, പെറ്റുപെരുകാൻ ഒരു സാധ്യതയുണ്ടല്ലോ. പക്ഷേ സ്ത്രീക്ക് ഈ അവകാശമില്ല. എനിക്ക് ജമാഅത്തേക്കാരനോടും ഈ KNM-കാരനോടും ഒക്കെ ചോദിക്കാനുള്ളത്, നീയൊക്കെ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? ജൂത സ്ത്രീയെ വിവാഹം കഴിക്കാൻ നിനക്കാവുമെങ്കിൽ ജൂത പുരുഷനെ വിവാഹം കഴിക്കാൻ എന്തിനാണ് നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് വിലക്ക്? ലിവിങ് ടുഗദർ, അതായത് പുരോഗമനവാദികളെ അങ്ങേയറ്റം എടുത്തടിച്ച് ഉപയോഗിക്കുന്ന ഒരു വർത്തമാനമാണ് ലിവിങ് ടുഗദർ. ഇത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണത്? ഷിയാക്കൾക്കാണെങ്കിൽ മുത്അ വിവാഹം, സുന്നികൾക്കാണെങ്കിൽ മിസ്യാർ വിവാഹം. ഇങ്ങനെയൊക്കെ അടപടലം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് മാറുന്ന ഒരു സമൂഹത്തിനകത്ത് അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ വരുന്നവർ ബിവെയർ ഓഫ് ഡാഷ് എന്നാണ് എനിക്ക് പറയാൻ. ഈ അതിർവരമ്പുകൾ തേഞ്ഞു നിങ്ങൾ തേഞ്ഞൊട്ടിപ്പോകും എന്നത് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കുമെങ്കിൽ ഈ സമൂഹത്തെ നിങ്ങൾ വെറുതെ വിടും. അവർക്കറിയാം, പെൺകുട്ടികൾക്കറിയാം എന്തു പഠിക്കണം, എന്തു പഠിക്കണ്ട, എന്തു ചെയ്യണം, എന്തു ചെയ്യണ്ട. നിങ്ങളുടെ അതിർവലമ്പ് കോലുകൾ നിങ്ങളുടെ കക്ഷത്തിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലിരിക്കട്ടെ, നിങ്ങളുടെ ഉമ്മറത്തിരിക്കണ്ടേ. അത് പുറത്തെടുക്കാതിരിക്കൽ നിങ്ങൾക്ക് നല്ലതാണ്, സമൂഹത്തിന് വളരെ നല്ലതാണ്. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.